ഒടുവിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ദൈവകരങ്ങളാൽ അഭിഷേകം ചെയ്യപ്പെട്ട കാൽപന്തിന്റെ മിശിഹ വരവായി. എല്ലാ ആശങ്കകൾക്കും വിവാദങ്ങൾക്കും വിരാമമിട്ട് ലയണൽ മെസ്സിയും സംഘവും അടുത്ത നവംബറിൽ കേരളത്തിലെത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചതോടെ 2 മാസക്കാലം മാത്രം അകലെയുള്ള ആ സുദിനത്തിനായി കാൽപന്ത് ആരാധകർ ദിവസങ്ങളെണ്ണി കാത്തിരിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ജനകോടികളുടെ ആരാധക പുരുഷൻ മലയാളക്കരയിൽ എത്തില്ലെന്നും അദ്ദേഹത്തെ കൊണ്ടുവരുമെന്ന് പറയുന്നത് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ അവകാശവാദം മാത്രമാണെന്ന് പ്രചരിപ്പിച്ച വൻകൂട്ടത്തെ മാളത്തിലൊളിച്ചു. ഒട്ടേറെ കടമ്പകൾ മറികടന്നാണ് LDF സർക്കാരും സംസ്ഥാന കായിക വകുപ്പും മലയാളത്തിന്റെ മോഹം സഫലമാക്കുന്നത്. 2024 സെപ്റ്റംബർ 24 സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഫിഫ സൗഹൃദ മത്സരത്തിനായി മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുമെന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചത്. നവംബർ 10-നും 18-നും ഇടയിലുള്ള ദിവസങ്ങളിലാവും ടീം എത്തുക. ആദ്യം അങ്കോളയിലും പിന്നീട് കേരളത്തിലുമാണ് ടീമിന് മത്സരമുള്ളത്. വേദി തീരുമാനമായില്ലെങ്കിലും തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മത്സര തീയതിയും എതിരാളികളെയും പിന്നീട് തീരുമാനിക്കും. ഇതിനകം തന്നെ ഓസ്ട്രേലിയ കേരളത്തിലെത്തി അർജന്റീനയുമായി കളിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 2026 ലോകകപ്പിന് യോഗ്യത നേടിയ ടീമാണ് കങ്കാരുപ്പട. എന്നാൽ മറ്റു ശക്തരായ 2 ടീമുകൾ കൂടി പരിഗണനയിലുണ്ട്. ഏഷ്യയിൽ നിന്നും ലോകകപ്പിന് യോഗ്യത നേടിയ ടീമുകളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. ഫിഫ റാങ്കിങ്ങിൽ 24-ാം സ്ഥാനക്കാരാണ് സോക്കറോസ് എന്ന വിളിപ്പേരുകാരായ ഓസ്ട്രേലിയ. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി നിരവധി പേർ സൃഷ്ടിച്ച കുപ്രചരണങ്ങൾ കൂടിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ ഇല്ലാതാവുന്നത്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുമ്പോൾ എതിർ ടീമായി റാങ്കിംഗ് 50-ന് താഴെയുള്ള ടീമിനെ കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. അവരുമായും ചർച്ച നടക്കുകയാണ്. സർക്കാരും റിപ്പോർട്ടറും ചെയ്യേണ്ട കാര്യങ്ങൾ ഇരുവരുടെയും ഭാഗത്തുനിന്നും പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കളിക്കുന്നില്ലെന്ന് ടീം തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാനാകില്ല. മെസ്സി വരില്ലെന്ന് പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അർജന്റീന ദേശീയ ടീമിന്റെ ഇന്റർനാഷണൽ റിലേഷൻ ഹെഡ് പാബ്ലോ ഡയസ്, സംസ്ഥാന കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ്, KFA സംസ്ഥാന പ്രസിഡന്റ് നവാസ് മീരാൻ, ആൻഡ അഗസ്റ്റിൻ അടക്കമുള്ള പ്രതിനിധികൾ നടത്തിയ തുടർച്ചയായ ചർച്ചയിലാണ് മെസ്സിയുടെ വരവ് ഉറപ്പാക്കിയത്. ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ദേശീയ ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഭീമമായ ചെലവ് താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ ഇന്ത്യ ആ അവസരം നഷ്ടപ്പെടുത്തിയെന്ന് വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളം അർജന്റീനയുടെ ദേശീയ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. 2022 ലോക കിരീടവുമായി ലയണൽ മെസ്സി വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഈ ഉദ്യമത്തിന് സർക്കാർ സ്പോൺസർമാരെ അന്വേഷിച്ചതോടെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സ്പോൺസറായി നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. ഇത് പ്രകാരം 2024 ഡിസംബർ 20-ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കരാറിൽ ഒപ്പിട്ടു. മെസ്സി വരും ടാ എന്ന കായിക വകുപ്പ് മന്ത്രിയുടെ ആ ഘട്ടത്തിലെ പ്രതികരണം വൈറലായിരുന്നു. മെസ്സിയെയും ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച റിപ്പോർട്ടർ TVക്ക് മന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു.